വളരെ ഇഷ്ടമായിരുന്നു. എപ്പോഴും എൻ്റെ അടുത്ത് പറയാനുള്ള ഒരു പ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്. എന്ത് പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് പഠിക്കും എന്ന് ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു ചിത്രയെക്കുറിച്ച്. കരമന ഒരു അമ്പലത്തിൽ ഞങ്ങളുടെ കച്ചേരി വെച്ചിരുന്നു. അപ്പോൾ ഇവരുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ കച്ചേരിക്ക് മുമ്പ് ഇരുന്നത്. അപ്പോൾ ചിത്രയുടെ ഒരു വെളുത്ത ഫ്രോക്ക് ഇന്നും എൻ്റെ മനസ്സിൽ വയ്ക്കുന്നു. ഒരു വെളുത്ത ഫ്രോക്കൊക്കെ ആയിട്ട് അവിടെയൊക്കെ ഓടി നടക്കുന്നു. അപ്പോൾ കൃഷ്ണനാരിയേട്ടൻ പറഞ്ഞു, ഇവള് കുറച്ച് പാടും, ഒന്ന് കേൾക്കണം നിങ്ങൾ എന്നത്. അപ്പം ഞാൻ വിളിച്ച ഉടനെ ഓടി വന്നു. ഞാൻ എൻ്റെ ഇരുത്തിയിട്ട് ഒരു പാട്ട് പാടാൻ ഞാനും ചേട്ടനും പറഞ്ഞപ്പോൾ സൂര്യകാന്തി പാടി. അതെങ്ങനെയായിരുന്നു അത് നമ്മൾ ഒരാളുടെ പാട്ട് അത് നമ്മുടെ മനസ്സിൽ ഇന്നും നിൽക്കുന്നുണ്ടെങ്കിൽ, വർഷങ്ങൾക്ക് ശേഷവും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല പാട്ടായി. അപ്പോൾ ചിത്ര അന്ന് പാടിയ ആ കുഞ്ഞ് ശബ്ദത്തിൽ പാടിയത് ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. അത് ചിത്രയുടെ കഴിവിനെ കാണിക്കുന്നതാണ്. ഇത്രയും പ്രായമായോ എന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ കാര്യമാണ്. കാരണം ചിത്ര ഇന്നും ഒരു കൊച്ചുകുട്ടിയാണ് എൻ്റെ മനസ്സിൽ. നിഷ്കളങ്കമായ ചിരിച്ചുകൊണ്ട് ഓമന ചേച്ചി എന്ന് പറഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു എൻ്റെ പ്രിയ ശിഷ്യ. ചിത്രയ്ക്ക് എല്ലാ ആയുരാരോഗ്യങ്ങളും, എല്ലാ വിധത്തിലും അഭിനന്ദനവും അർഹിക്കുന്ന കുട്ടിയാണ്. ലോകം മുഴുവൻ അഭിനന്ദിക്കുന്ന കുട്ടിയാണ്. ഒരാളല്ല, ഒരാൾ പോലും ചിത്രയെപ്പറ്റി ഒരു നെഗറ്റീവായിട്ട് പറയുന്നില്ല എന്നുള്ളത് ആ ആളിൻ്റെ ക്വാളിറ്റിയാണ്. ചിത്രയ്ക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഈ കർണാട്ടിക് പിന്നെ എന്തുകൊണ്ടാണ് അധികം അങ്ങനെ കച്ചേരി കണ്ടില്ല? കച്ചേരി ഞാൻ സൂര്യ ഫെസ്റ്റിവലിന് ഒരെണ്ണം ചെയ്തു. ഒന്നാമത് സ്ട്രെയിൻ തന്നെ പേടിയും ടെൻഷനും എല്ലാം കൂടെ കച്ചേരി ചെയ്യാനുള്ള ഒരു ഭയം, അല്ലാത്തൊരു ഭയം, എനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയാണത്, ഞാൻ സമ്മതിക്കുന്നു. പിന്നെ എനിക്ക് രണ്ടും കൂടെ ഒരേ സമയത്ത് പാടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രാക്ടീസൊക്കെ ക്ലാസിക്കൽ മ്യൂസിക് കുറച്ച് ശ്രുതി ഇറക്കി പാടിക്കഴിഞ്ഞ് പിന്നെ ഉടനെ പെട്ടെന്നൊരു റെക്കോർഡിങ്ങിന് പോയിട്ടും എൻ്റെ വോയിസിൻ്റെ ടെക്സ്ചറിന് വ്യത്യാസം വരുന്നതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചത് ഇത്തിരി അങ്ങോട്ട് മാറ്റി വെച്ചത്. മെയിൽ സിംഗേഴ്സിനെക്കാളും ഫീമെയിൽ സിംഗേഴ്സിനെ അത് ഇച്ചിരി കൂടുതൽ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇതാണ് ഞാൻ രാജാ സാറിന്റെ മുമ്പിൽ ആദ്യം പാടിയത്. അതെ, ഇന്ത സൗഖ്യമനീനേ ജപജാല ഇന്ത സൗഖ്യമനീനേ ജപജാല ഇന്ത സൗഖ്യമനീനേ ജപജാല ఎంతో ఏమో ఎవరికి తెలుసునో ఇంత సౌఖ్యమనినే സൗഖ്യമനിനെ. ഈ പാട്ട് കേട്ടിട്ടാണല്ലോ ഇളയരാജ സാർ ഇളയരാജ സാറിന്റെ ഏറ്റവും ഗായികയായി ചിത്രചേച്ചി മറന്നു അന്ന് മുതലാണ് മുറിക്കാതെ അന്ന് ഞാനത് ഈ ടെൻഷൻ അടിച്ചിട്ട് ജപജാല എന്നാണ് പാടിയത്. അപ്പം അത് ജപജാല ഒരു വേർഡാണ്. അപ്പം ഇതിനകത്ത് പാടിക്കഴിഞ്ഞപ്പോൾ കറക്ഷൻ പറഞ്ഞു തന്നിങ്ങനെ അവിടെ ജപജാല മുറിക്കരുത്, അത് ഒറ്റ ശ്വാസത്തിൽ പാടണം എന്നൊക്കെ എനിക്കന്ന് കറക്ഷൻസ് രാജ സാർ പറഞ്ഞു തന്നിട്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് പിറ്റേ ദിവസമാണ്. അന്ന് എൻ്റെ അടുത്ത് നന്നായി എന്ന് ഇഷ്ടപ്പെട്ടെന്ന് ഒന്നും പറഞ്ഞില്ല, പക്ഷെ പിറ്റേന്ന് റെക്കോർഡിങ്ങിന് വിളിച്ചു. അതേത് പാട്ടായിരുന്നു? ആദ്യം പാടിയത് പൂജക്കേത്ത പൂവിത് നേത്ത് താല് പൂത്തത് പൂത്തത് യാരത് പാത്തത് എന്നുള്ള പാട്ട്.